നമസ്കാരം. ഞാൻ വീണ്ടും എൻ്റേതായിരിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്തതായിരിക്കുന്ന വീഡിയോ കണ്ടവർക്ക്, എന്നെ കമൻ്റ് നൽകി പ്രോത്സാഹിപ്പിച്ച ഏവർക്കും വളരെ നന്ദിയുണ്ട്. സ്നേഹവന്ദനം ഒക്കെ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതായിരിക്കുന്ന വിഷയം നീതി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ തന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതൊരു പൗരനും അഥവാ വ്യക്തിക്കും തൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നീതി അത്യന്താപേക്ഷിതമാണ്. ഈ നീതി ലഭിക്കുക എന്നുള്ളത് എല്ലാവർക്കും വളരെ അഭികാമ്യമായിരിക്കുന്ന വിഷയമാണ്. നീതി ആരിൽ കൂടെയാണ് ലഭിക്കേണ്ടത്? ഭരണാധികാരികളിൽ കൂടെ നീതി ലഭിക്കണം. എന്നാൽ പലപ്പോഴും ഭരണാധികാരികളിൽ കൂടെ നീതി ലഭിക്കാത്തതായിരിക്കുന്ന ഒരു ജനവിഭാഗം ഈ രാജ്യത്തുണ്ട്. ആ ജനവിഭാഗം ദളിതർ തന്നെയാണ്. അപ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നതായിരിക്കുന്ന വസ്തുതകൾക്ക് അടിസ്ഥാനപരമായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ ചിലതൊക്കെ നമ്മൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് എന്ന് പറയുമ്പോൾ നിറമാണ്. നിറം നമുക്കറിയാം, നമ്മുടേതായിരിക്കുന്ന രാജ്യത്ത് കറുത്ത കളറുള്ളവരുണ്ട്, വെളുത്തവരുണ്ട്. വെളുത്തവരെവിടെയും അഭിമാനിക്കപ്പെടുന്നവരാണ്. എന്നാൽ കറുത്തവര് അഭിമാനത്തിന് വെളിയിൽ നിൽക്കുന്നവരാണ്, നിന്ദിക്കപ്പെടുന്നവരാണ്, നിഷേധിക്കപ്പെടുന്നവരാണ്. എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, എങ്ങനെയാണ് ഈ കറുപ്പ് ഒരു ജനവിഭാഗത്തിന് വന്നത്? നമ്മൾ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ എൻ്റെതായിരിക്കുന്ന ശാസ്ത്രീയ വശങ്ങൾ പഠിക്കുമ്പോൾ ഇന്ന് കാണുന്നതായിരിക്കുന്ന ഈ ഭൂമി ആയിരുന്നില്ല, നേരത്തെ വനമായിരുന്നു. വനമെന്ന് പറയുമ്പോൾ മുള്ള്, പറക്കാരുകൾ, മുൾച്ചെടികൾ, വലിയ വലിയ വൃക്ഷങ്ങൾ, വള്ളികൾ, ഇവയൊക്കെ ചേർന്നതായിരിക്കുന്ന ഒരു ഭൂമി ആയിരുന്നു മുൻകാലങ്ങളിൽ. ഈ ഭൂമിയിൽ ഇവിടുത്തെ അടിസ്ഥാന വർഗമായിരിക്കുന്ന ദളിതര് അധ്വാനിച്ചു. അവര് മരങ്ങൾ വെട്ടിമുറിച്ചു, കൃഷിയോഗ്യമായിരിക്കുന്ന രീതിയിൽ ഭൂമി അവിടുതായിരിക്കുന്ന അധ്വാനം കൊണ്ട് അവര് വൃത്തിയാക്കി എടുക്കുമ്പോൾ അന്നുണ്ടായിരുന്നായിരിക്കുന്ന രാജാക്കന്മാരും ഭരണാധികാരികളും ചെയ്യാറുള്ളത്, വിളവെടുപ്പിൻ്റെതായിരിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ ഇവരറിയാതെ തന്നെ നികുതി ഇവരെ അടിച്ച് ഏൽപ്പിക്കുകയാണ്. അപ്പോഴവരെന്ത് ചെയ്യും? അവിടുത്തെ ആയിരിക്കുന്ന വിളവെടുക്കാതെ മറ്റൊരു പ്രദേശത്തേക്ക് പോയി അവിടെയും ഭൂമിയിൽ ജോലി ചെയ്ത് വൃക്ഷങ്ങളും മുടിച്ചെടികളും ഒക്കെ കളഞ്ഞ് കൃഷിക്ക് അനുയോജ്യമാക്കി കൃഷി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടേതായിരിക്കുന്ന പൂർവ്വരായിരിക്കുന്ന ദളിതരായിരിക്കുന്ന തൊലി ഈ സൂര്യ കിരണങ്ങളേറ്റ് കറുത്തുപോയി. നമുക്കറിയാം, ഈ കോവളം ബീച്ചിലും ഒക്കെ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ വിദേശരായിരിക്കുന്ന ആൾക്കാർ വന്നിട്ട് അവിടുതായിരിക്കുന്ന തൊലി കറക്കുവാൻ വേണ്ടി അവർ ധാരാളം മണിക്കൂർ അവർ വെയിലത്ത് കിടക്കുന്ന കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവർക്ക് തൊലി കറക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ദളിതരായിരിക്കുന്ന തൊലി കറുത്തുപോയത് അവര് ഭൂമിയിൽ അധ്വാനിച്ചു, സൂര്യകിരണം കൊണ്ട് തൊലി കറുത്തുപോയി. പിന്നീട് അവരുടേതായിരിക്കുന്ന പിൻഗാമികളെ, പിൻതലമുറക്കാർക്കെല്ലാം കറുത്തതായിരിക്കുന്ന ജനറേഷനാണ് അവർക്കുണ്ടാകുന്നത്. അത്
ആരുടെയും കുറ്റമോ കുറവോ ഒന്നുമല്ല. അത് DNA എന്ന് പറയുന്നതായിരിക്കുന്ന വസ്തുതയുടേതായിരിക്കുന്ന പ്രവർത്തനമാണ്. അപ്പോഴങ്ങനെ നിറത്തിൻ്റെതായിരിക്കുന്ന പേരിൽ അവഹേളനം ഏൽക്കുന്നതായിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ദളിതര്. പിന്നെ ജാതിയുടേതായിരിക്കുന്ന പേരിൽ അവരെ അവഹേളിക്കാറുണ്ട്. നമുക്കറിയാം, ഇപ്പോഴ് നമ്മുടെ ആയിരിക്കുന്ന വർത്തമാന കാലഘട്ടങ്ങളിൽ നാം ഒക്കെ അറിയുന്നതായിരിക്കുന്ന ഒരു വിഷയം, കണ്ണൂര് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ്, അദ്ദേഹം മരണപ്പെടുവാനിടയായി തീർന്നു. ആത്മഹത്യയാണ് എന്നാണ് നാം ഒക്കെ അറിയുന്നത്. അപ്പോഴവിടെ ചാനലിൽ കൂടെയും മാധ്യമങ്ങൾ കൂടെയൊക്കെ നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു വിഷയം, റാം എന്ന് പറയുന്നതായിരിക്കുന്ന അധ്യാപകൻ നിറത്തിൻ്റെ പേരിൽ ധാരാളം വേദനിപ്പിച്ചിട്ടുണ്ട് ഈ സഹോദരനെ. ജാതിയുടെ പേരിൽ വേദനിപ്പിച്ചിട്ടുണ്ട്, പണമില്ലാത്തതിൻ്റെ പേരിലൊക്കെ വേദനിപ്പിച്ചു. അങ്ങനെ ഒക്കെ ഉള്ളതായിരിക്കുന്ന രംഗങ്ങൾ ഉണ്ടായി. ഇന്നലെ വൈകുന്നേരം ഞാനും വേറൊരു സുഹൃത്തുമായിട്ട് അവിടെയായിരിക്കുന്ന ഭവനത്തിൽ സന്ദർശിച്ചു. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ പോകുവാനിടയായി തീർന്നു. നിതിൻ രാജിൻ്റെതായിരിക്കുന്ന മാതാവിനോട് ഞാൻ ചോദിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചോ, കുളിക്കുകയൊക്കെ ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ വലിയവായിൽ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീര് ഒപ്പി എടുത്തിട്ട് അവർ പറഞ്ഞു, ആഹാരം എടുത്തു വയ്ക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെതായിരിക്കുന്ന ഓർമ്മ എൻ്റെ മനസ്സിലോടി വരികയാണ്. എനിക്ക് ആഹാരം കഴിക്കുന്നില്ല, വളരെ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങുവാൻ കിടക്കും. കണ്ണുകൾ അടയുമ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിൻ്റെതായിരിക്കുന്ന ഓർമ്മകൾ മനസ്സിൽ ഓടി വരികയാണ്. ഈ പ്രിയ സഹോദരൻ നിതിൻ പിതാവിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അമ്മ സുഖമില്ലാത്ത ആളാണ്, അവരെ തൊഴിലുറപ്പിനൊന്നും വിടരുത്. ഞാൻ ഡോക്ടറായി കഴിയുമ്പോൾ നമ്മുടെ ആയിരുന്ന പട്ടിണിയും ദുഃഖവും ദുരിതങ്ങളും ക്ലേശങ്ങളും എല്ലാം മാറും, പിന്നെ പപ്പയും ജോലിക്ക് പോകണ്ട എന്ന് ഈ സഹോദരി കണ്ണുനീരൊപ്പി പറയുമ്പോൾ സത്യത്തിൽ എൻ്റെ ഒരു സഹോദരി എൻ്റെ മുമ്പിൽ നിന്ന് കരയുന്ന പോലൊരു ഫീലിംഗ് എനിക്ക് വളരെ ഉണ്ടായി. അപ്പോൾ ഞാനെന്ത് പറഞ്ഞതായിരിക്കുന്ന കാര്യം, അങ്ങനെ ജാതിയുടെ പേരിൽ നിറത്തിൻ്റെ പേരിലൊക്കെ മനുഷ്യനെ അവഗണിച്ച് മാറ്റി നിർത്തി മനുഷ്യൻ്റെതായിരിക്കുന്ന ജീവിതങ്ങളെ തകർക്കുന്നതായിരിക്കുന്ന ഒരു പ്രവണത ഇന്നലെയോ ഇന്നോ ഒന്നും ഉടലെടുത്തതല്ല, നൂറ്റാണ്ടുകളായി. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഈ 21ാം നൂറ്റാണ്ടിലും വരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ആൾക്കാരൊക്കെ പ്രസംഗിക്കാറുണ്ട്, പ്രബുദ്ധ കേരളം എന്നൊക്കെ പ്രസംഗിച്ച് കേൾക്കാറുണ്ട്. ഇതാണോ പ്രബുദ്ധ കേരളം? ഞാൻ 1983-84 കാലഘട്ടങ്ങളിലാണ് SSLCക്ക് ഞാൻ പഠിക്കുന്നത്. ആ വേളയിൽ മലയാള ഉപപാഠപുസ്തകമായിട്ട് ഡോക്ടർ BR അംബേദ്കറുടേതായിരിക്കുന്ന ചരിത്ര പുസ്തകം ഒരു ചെറിയ പുസ്തകമായിട്ട് എൻ്റെ കരങ്ങളിൽ ലഭിച്ചു. ഞാനും പല ആവർത്തി വായിച്ചു. അദ്ദേഹത്തിൻ്റെതായിരുന്ന ചരിത്രങ്ങളെല്ലാം തന്നെ കൃത്യമാക്കി. ഓരോ ചരിത്രങ്ങളും എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൃത്യമാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരിക്കുന്ന ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, നാം ഇവിടുത്തെ ഭരണവർഗമാകണം, ഭരണാധികാരിയാകണം. ആകാതെ നാം എന്തൊക്കെ ചെയ്തിരുന്നാൽ തന്നെയും നമുക്ക് നീതി ലഭിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്രയോ വാസ്തവമാണ്. ഈ കഴിഞ്ഞ ദിവസം നിതിൻ രാജിൻ്റെതായിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് 52 ദളിത് സംഘടനയുടേതായിരിക്കുന്ന പ്രതിനിധികൾ ചേർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു.
ആ ഒത്തുചേരല് വളരെ നല്ലതാണ്. ആ ഒത്തുചേരൽ എന്ന് പറയുമ്പോൾ സാമൂഹ്യമായിരിക്കുന്ന ഒത്തുചേരലാണ്. ഡോക്ടർ BR അംബേദ്കർ ഉദ്ദേശിച്ചത് സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും ദളിതർ ഒത്തുചേരണം. എങ്കിൽ മാത്രമേ ഈ രാജ്യം ദളിതർക്ക് ഭരിക്കുവാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ നീതി നിഷേധിക്കപ്പെട്ട ദളിതർക്ക് നീതി ലഭിക്കുകയുള്ളൂ. അല്ലാതെ നാം എന്തെല്ലാം ചെയ്താലും ലഭിക്കത്തില്ല എന്നാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരുന്ന ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. അപ്പോഴ് സാമൂഹ്യമായിരിക്കുന്ന ഒത്തുചേരൽ മാത്രം പോരാ, രാഷ്ട്രീയമായിട്ട് നാം ഒത്തുചേരണം. രാഷ്ട്രീയമായിട്ട് ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരിക്കും ഡോക്ടർ BR അംബേദ്കർ സ്വപ്നം കണ്ടതായിരിക്കുന്ന ഒരു ഇന്ത്യ രൂപപ്പെടാൻ കഴിയുകയുള്ളൂ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം? ജാതിയില്ലാത്ത, മതമില്ലാത്ത, വിവേചനമില്ലാത്ത, എല്ലാവർക്കും സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യമുള്ളതായിരിക്കുന്ന ഒരു ഭരണമായിരുന്നു ഡോക്ടർ BR അംബേദ്കർ കണ്ടത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ഏവരോടും എനിക്ക് പറയാനുള്ളത്, നാം സാമൂഹ്യമായിട്ട് ഒത്തുചേരുന്നത് പോലെ രാഷ്ട്രീയമായിട്ട് നാം ഒത്തുചേരേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് നീതി ലഭിക്കും. ഇന്ത്യ സാമ്രാജ്യത്തിൻ്റെതായിരുന്ന ഭരണം നമ്മുടെ കൈകളിൽ വരും. അങ്ങനെ വരണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ഒരുമിക്കാം, സംഘടിക്കാം. നന്ദി, നമസ്കാരം.